വീട് ഒരു നല്ല നിക്ഷേപമാണോ എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്വന്തമായൊരു വീടെന്ന സ്വപ്നം ആർക്കാണല്ലേ ഇല്ലാത്തത്? ഒരു മലയാളിയുടെ ആകെ സമ്പത്തിന്റെ 75 മുതൽ 80% ഭാഗം അയാളുടെ വീടായിരിക്കും. ശരിയല്ലേ? സ്വന്തമായി താമസിക്കാനുള്ള വീടിനു വേണ്ടി പണം നിക്ഷേപിക്കുന്നതിലൂടെ അതിൽ നിന്ന് യാതൊരുവിധ വരുമാനം ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പെട്ടെന്നുള്ളൊരു സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി ഈ വീടോ വസ്തു ഉപകാരപ്പെടുന്നുമില്ല. അതിനുവേണ്ടി അയാൾക്ക് 2 വഴികളാണുള്ളത്. ഒന്നുകിൽ ഈ വീട് ഈട് വെച്ചുകൊണ്ട് ലോൺ എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഇത് വിൽക്കുക എന്നുള്ള വഴി. ലോൺ എടുക്കുകയാണെങ്കിൽ അത് അടഞ്ഞു തീരുവാനെടുക്കുന്ന കാലതാമസവും പലിശയും ഇതിൽ കൊടുക്കേണ്ടി വരുന്ന വലിയൊരു തുകയും. എന്നാൽ വിൽക്കുക എന്ന വഴിയാണ് തിരഞ്ഞെടുക്കുന്നെങ്കിലോ അത് വിറ്റുപോകാൻ എടുക്കുന്ന ഒരു കാലതാമസവും അതിനുവേണ്ടി എടുക്കുന്ന നടപടിക്രമങ്ങളും പുതിയൊരു താമസ സ്ഥലം കണ്ടുപിടിക്കാൻ എടുക്കുന്ന സമയവും ഇതുകൂടി നമുക്കിതിൽ പരിഗണിക്കേണ്ടി വരുന്നു, അല്ലേ? ഇതിനെയൊക്കെ എങ്ങനെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കിക്കൊണ്ട് നമുക്ക് മറികടക്കാം എന്നൊന്ന് നോക്കാം. ലിക്വിഡിറ്റിയെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അല്ലേ? ലിക്വിഡിറ്റി അഥവാ അനായാസം പണമാക്കി മാറ്റാവുന്ന എന്നാൽ നല്ല മൂല്യവർദ്ധിത വരുമാനം നൽകുന്ന മ്യൂച്വൽ ഫണ്ടുകൾ, സ്റ്റോക്ക് മാർക്കറ്റിലെ നല്ല നിക്ഷേപങ്ങൾ, സ്വർണത്തിലുള്ള നല്ല നിക്ഷേപങ്ങൾ, FD എന്നിവയിലൂടെ നല്ലൊരു നിക്ഷേപം ഉണ്ടാക്കിയതിനു ശേഷം മാത്രം വീടൊന്നൊരു ജീവിതശൈലി നിക്ഷേപത്തിലേക്കൊന്ന് കടന്നു നോക്കൂ. അപ്പോൾ നിങ്ങളുടെ വീടൊരു നല്ല നിക്ഷേപമായിരിക്കും. അല്ലാത്ത പക്ഷം വീടെപ്പോഴും ഒരു ജീവിതശൈലി ചിലവ് മാത്രമായിക്കൊണ്ടേയിരിക്കുന്നു.